Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ നിമിത്തം സാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, പ്രവാചക ചരിത്രത്തിലെ 9ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ചും പ്രവാചകന്റെ പരമ്പരയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 15ാമത്തെ വയസ്സ് വരെ നടന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിനു ശേഷമുള്ള ചരിത്രം വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പണ്ഡിതൻ അബ്ദുൽ ഗനി അൽ മഖ്ദസി എന്ന് പറയുന്ന പണ്ഡിതന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മുഖ്തസർ സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം രചിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അഥവാ അബ്ദുൽ ഗനി എന്ന് പറയുന്ന പണ്ഡിതനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ആളുകളും ഒരു യാത്ര പോയി. യാത്ര പോകുന്നത് കുർബ എന്ന് പറയുന്ന ഇന്നത്തെ
ഒരു നദിയുടെ തീരത്തായിക്കൊണ്ട് അബ്ദുൽ ഗനി എന്ന് പറയുന്ന പണ്ഡിതനിരുന്നു. ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവായ അബ്ദുൽ ഗനി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു നദിയുടെ തീരത്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വന്ന മറ്റുള്ള ആളുകളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ആ നദിയുടെ തീരത്തുള്ള അടുത്തൊരു വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെന്നു. ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം വാതില് മുട്ടി. വാതില് മുട്ടിയപ്പോ വാതില് തുറന്നത് ഒരു റാഹിബാണ്, ഒരു പുരോഹിതനാണ്. ആ പുരോഹിതനോട് ചില ആവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പുരോഹിതൻ തിരിച്ചു ചോദിക്കാണ്, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? അപ്പൊ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, ഞാൻ മുസ്ലിമാണ്. രണ്ടാമത്തെ ചോദ്യം, നീ ആരെയാണ് പിൻപറ്റുന്നത്? അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ പിൻപറ്റുന്നത്. അപ്പൊ ഈ ക്രിസ്തീയ പുരോഹിതന്റെ പിന്നീടുള്ള ചോദ്യമെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള നസബ് പറയണം, പ്രവാചക പരമ്പര, പ്രവാചകന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പറയാൻ പറഞ്ഞപ്പോ ഈ വ്യക്തിക്ക് അതിന് മറുപടിയില്ല. അപ്പൊ ഈ വ്യക്തി നേരെ നദിയുടെ തീരത്തുള്ള ഈ അബ്ദുൽ ഗനി എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിലേക്ക്, ആ മുഅല്ലിഫിന്റെ അരികിലേക്ക് വന്ന്, രചയിതാവിന്റെ അരികിലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിന് വളരെ മനോഹരമായി കൊണ്ട് മറുപടി നൽകി. ഈ മറുപടി കേട്ടതിന് ശേഷം ഈ പുരോഹിതന്റെ അരികിലേക്ക് ഈ വ്യക്തി പോയിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ ഈ ക്രിസ്തീയ പുരോഹിതൻ ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ അറിവ് എവിടുന്നാണ് ലഭിച്ചത്? ഇത് നിന്റെ അറിവല്ല, ഇത് നിനക്ക് എവിടുന്നോ ലഭിച്ചതാണ്, ഇത് ആരാണ് നിനക്ക് പറഞ്ഞു തന്നത്? അപ്പൊ നദിയുടെ തീരത്തുള്ള ആ മുഅല്ലിഫിനെ, രചയിതാവിന്റെ നേരേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ ഷെയ്ഖാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആ ഷെയ്ഖിന്റെ അരികിലേക്ക് ഈ ക്രിസ്തീയ പുരോഹിതൻ പോയി. അദ്ദേഹം ചെയ്തു, പിന്നെ അബ്ദുൽ ഗനിയുമായി കൊണ്ട് സംസാരിച്ചു. അവസാനം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഈ ഒരു സംഭവത്തിൽ ആസ്പദമാക്കിക്കൊണ്ടാണ് മഹാനായ പണ്ഡിതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം രചിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ ഒരു കഥ കേട്ടു പോകുക എന്നതിനപ്പുറമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. പണ്ടൊരു കവിത ചൊല്ലിയതുപോലെ, നിങ്ങൾ ചരിത്രം വായിക്കണം, ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ചരിത്രം അറിയാത്ത ആളുകളാണ് ദലാലത്തിലായിട്ടുള്ളത്. അതുകൊണ്ട് കേവലം ഒരു കഥ കേട്ടു പോകുക എന്നതിനപ്പുറമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും അതറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാര പ്രായമാണ് നാം വിശദീകരിച്ചു വരുന്നത്. ചെറുപ്പം മുതലേ ബഹുദൈവാരാധനയിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മറ്റെല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും അതിനൊക്കെ മാറി നിൽക്കുന്ന പവിത്രമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ യുദ്ധം നടത്തിയിരുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് ഹർബുൽ ബസൂസ് എന്ന് പറയുന്ന ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം നടന്നത് 40 കൊല്ലാണ്. ആ യുദ്ധം നടന്നത് 40 കൊല്ലം, 1-2 വർഷമല്ല, 40 കൊല്ലം ആ യുദ്ധം നടന്നിട്ടുണ്ട്. ആ യുദ്ധം നടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? വളരെ നിസാരാണ്. ഒരു വ്യക്തി തന്റെ കൂട്ടുകാരന്റെ ഒട്ടകത്തെ അറുത്തു, അതിനെ വധിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നത്തിൽ തുടങ്ങി പിന്നീട് 40 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിക്കൊണ്ട് ഹർബുൽ ബസൂസ് എന്ന് പറയുന്ന യുദ്ധം മാറിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യത്തിൽ, ആ ഒരു ജീവിത സാഹചര്യത്തിനിടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ജീവിത കാലഘട്ടത്തിലും പവിത്രമായ ജീവിതം നയിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ 15ാമത്തെ വയസ്സിൽ നടന്ന യുദ്ധമാണേത്? ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന യുദ്ധം. ഇതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു നബിയുടെ 15ാമത്തെ വയസ്സിലാണ് ഈ യുദ്ധം നടക്കുന്നത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു നബിയുടെ 20ാമത്തെ വയസ്സിലാണ് ഈ യുദ്ധം നടക്കുന്നത്.
അത് അങ്ങനെ രണ്ട് അഭിപ്രായം വരാനുള്ള കാരണം ഈ യുദ്ധം 5 വർഷം നീണ്ടു നിന്നിട്ടുണ്ട്. അഥവാ 5 വർഷം തുടർച്ചയായി ഈ യുദ്ധം നടന്നു എന്നല്ല, പക്ഷെ ഈ യുദ്ധം അവസാനിക്കാൻ എത്ര വർഷം എടുത്തു? 5 വർഷം. അപ്പൊ ഈ യുദ്ധത്തെ പരാമർശിക്കുന്ന ആളുകൾ നബിയുടെ 15ാമത്തെ വയസ്സിലാണ് ഇത് തുടങ്ങുന്നത്. അത് അർത്ഥത്തിൽ അവരെന്ന് പറഞ്ഞു, നബിയുടെ 15ാമത്തെ വയസ്സിലാണ് യുദ്ധം ആരംഭിച്ചത്. ഈ യുദ്ധം അവസാനിച്ചത് ഏത് സമയത്താണ്? നബിയുടെ 20ാമത്തെ വയസ്സിലാണ്. അപ്പൊ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു നബിയുടെ 20ാമത്തെ വയസ്സിലാണ് ഈ യുദ്ധം നടന്നത്. എന്തായാലും രണ്ട് അഭിപ്രായങ്ങളും ശരിയാണ്. ഈ യുദ്ധത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ഭാഗത്ത് ഖുറൈശികളും കിനാനക്കാരായ ബനു കിനാനക്കാരായ ആളുകൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് കൈസ് ഐലാൻ എന്ന് പറയുന്ന ഒരു ഗോത്രം മറ്റൊരു ഭാഗത്തും. ഇവര് തമ്മിലുള്ള യുദ്ധമായിരുന്നു ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന യുദ്ധം. ഈ യുദ്ധം നടക്കാനുള്ള കാരണം കിനാന ഗോത്രത്തിൽപ്പെട്ട ബർറാദ് എന്ന് പറയുന്ന വ്യക്തി കൈസ് ഐലാൻ എന്ന ഗോത്രത്തിൽപ്പെട്ട ഉറുവ എന്ന് പറയുന്ന വ്യക്തിയെ വധിച്ചു എന്നുള്ളതാണ് കാരണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എത്തിയത് ഈ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ യുദ്ധം നടന്നു. എന്നാൽ പിന്നെ ആദ്യം തെറ്റുണ്ടായിരുന്നത് ബനു കിനാന ഖുറൈശികളുടെ ഭാഗത്താണ്. കാരണം ഖുറൈശികളിൽപ്പെട്ട ബർറാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് മറ്റൊരു ഗോത്രത്തിൽ ഉള്ള ഒരു വ്യക്തിയെ വധിക്കുന്നത്. അപ്പൊ ആദ്യം തെറ്റാരുടെ ഭാഗത്താണ്? ഖുറൈശികളുടെ ഭാഗത്താണ്. എന്നാൽ അതിന് പകരം വീട്ടാൻ വേണ്ടി, അതിന് പ്രതിക്രിയ അല്ലെങ്കിൽ അതിന് തിരിച്ചടിക്കാൻ വേണ്ടി ഈ കൈസ് ഐലാൻ എന്ന് പറയുന്ന ഗോത്രം വരുന്നത് പവിത്രമാക്കപ്പെട്ട മാസത്തിലാണ്. അപ്പൊ 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളുണ്ട്. ദുൽഹിജ്ജ, അതേ ദുൽഖഅദ്, മുഹറം, റജബ് എന്ന് പറയുന്ന 4 മാസങ്ങൾ. ഈ 4 മാസങ്ങളെയും ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ എത്തിയിരുന്നു, അതിനെ മാനിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ യുദ്ധം തുടങ്ങാനുള്ള കാരണം ഖുറൈശികളായ ആളുകളുടെ പക്കൽ നിന്ന് വന്ന ഒരു തെറ്റാണ്. പക്ഷെ ആ തെറ്റ് സംഭവിക്കുമ്പോഴും അതിനെ തിരിച്ചടിക്കാൻ, അതിന് പ്രതികാരം വീട്ടാൻ അവർ വന്നത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനെ പവിത്രമായ മാസത്തെ ലംഘിച്ചുകൊണ്ട് നടന്നു എന്നുള്ളത് കൊണ്ട് അവർ നൽകിയ പേരാണ് ഹർബുൽ ഫിജാർ, അധാർമിക യുദ്ധം. ഈ യുദ്ധത്തിന് ആ പേര് വരാനുള്ള കാരണം എന്താണ്? പവിത്രമാക്കപ്പെട്ട മാസത്തിലാണ് അവർ യുദ്ധത്തിന് വന്നത്. അതുകൊണ്ട് അധാർമിക യുദ്ധം എന്ന രൂപത്തിലൊക്കെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. പ്രവാചകൻ എന്താണ് ചെയ്തത് ഈ യുദ്ധത്തിൽ? പ്രവാചകൻ നബിയുടെ പിതൃവ്യന്മാരായ, പിതാവിന്റെ സഹോദരന്മാരായ ആളുകൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോ അവർക്കുള്ള അമ്പ് എടുത്തു കൊടുക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ജോലിയായിട്ട് ഈ യുദ്ധത്തിൽ കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകന്റെ 15ാമത്തെ വയസ്സിൽ നടന്ന യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന യുദ്ധം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് വിശദീകരിക്കാനുള്ളത് ഹൈഫുൽ ഫുളൂൽ അല്ലെങ്കിൽ ഹൈഫുൽ മുദയ്യബീൻ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാര പ്രായത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ഉടമ്പടിയാണ്. എന്താണ് ഈ ഉടമ്പടി നടക്കാനുള്ള കാരണം? പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾ അവര് കച്ചവടം കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് മക്കയിലേക്ക് വരിക. അഥവാ പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ എന്തുണ്ട്? ഹജ്ജ് ഉണ്ട്. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവര് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുമ്പോ കച്ചവടം കൂടി അവരുടെ ലക്ഷ്യമായിരുന്നു. കച്ചവട വസ്തുക്കളുമായി നേരെ മക്കയിൽ വരും. അത് ഹജ്ജിന്റെ സമയത്ത്, ഒഴിവുള്ള സമയത്തൊക്കെ കച്ചവടം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവുമായി കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോകും. അത് സാധാരണ ഒരു പതിവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് യമനിൽ നിന്നുള്ള സുബൈദി എന്ന് പറയുന്ന ഒരു വ്യക്തി മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്നു. ഹജ്ജ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം, മക്കയിൽ വന്നിട്ട് എന്ത് ചെയ്യണം? കച്ചവടം നടത്തണം എന്നുള്ള ഉദ്ദേശം വെച്ച് ഈ യമനുകാരനായ വ്യക്തി മക്കയിലേക്ക് എത്തി. ഇദ്ദേഹത്തിന്റെ സാധനങ്ങൾ മുഴുവനും, യമനിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ മുഴുവനും മക്കക്കാരിൽ പ്രമുഖനായ അലാസ് ബിൻ വാഇൽ എന്ന് പറയുന്ന സ്വഹാബ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ്? അതെല്ലാം വാങ്ങി. യമൻകാരന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്ന കച്ചവട വസ്തുക്കൾ മുഴുവനും ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന വ്യക്തി വാങ്ങുന്നത്. അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മകനാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗൽഭനായ സ്വഹാബിയാണ്. അപ്പൊ ഈ യമനുകാരനായ വ്യക്തിയുടെ കരങ്ങളിൽ നിന്ന് അലാസ് ബിൻ വാഇൽ എന്ന് പറയുന്ന വ്യക്തി കച്ചവട വസ്തുക്കൾ മുഴുവനും വാങ്ങി. അദ്ദേഹം ഒരു കരാറ് വെച്ചു, ഹജ്ജിന് ശേഷം തിരിയാ പണം നൽകാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യില്ല, പണം നൽകില്ല, എന്നാൽ പിന്നീട് ഹജ്ജിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, പണം നൽകാം എന്ന കരാറ് വെച്ചിട്ടാണ്
അവരാ കച്ചവടം നടത്തിയത്. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ യമനുകാരനായ സുബൈദ് എന്ന് പറയുന്ന വ്യക്തി പോയി അദ്ദേഹത്തോട് പണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ സമയം എത്തിയപ്പോ, ആ ദിവസം എത്തിയപ്പോ പോയി പണം ചോദിച്ചു. അപ്പൊ ആസുബിന് വാഹി പറഞ്ഞു, നാളെ വന്നാൽ പണം തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നു. പിറ്റേ ദിവസം എന്ന് പറഞ്ഞു, നാളെ വന്നാൽ തരാമെന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസം ചെയ്തു. ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തി. അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ആസുബിന് വാഹി ഈ യമനുകാരനായ വ്യക്തിയെ പരിചയമില്ലാത്ത രൂപത്തിൽ പെരുമാറാൻ തുടങ്ങി. എനിക്ക് നിന്നെ പരിചയമില്ല, ഞാൻ നീയുമായിട്ട് കച്ചവടം നടത്തിയിട്ടില്ല, എനിക്ക് നീയുമായി യാതൊരു ബന്ധമല്ല എന്ന രൂപത്തിൽ വരെ ഈ വ്യക്തി പറയാൻ തുടങ്ങി. അപ്പൊ യമനുകാരനായ സുബൈദിക്ക് മനസ്സിലായി, ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മക്കക്കാരനല്ല, ഖുറൈശിയല്ല, മക്കൾക്ക് പുറത്തുള്ള യമനുകാരനാണ്. അദ്ദേഹം മക്കയിലെ പ്രമുഖന്മാരായ പല ആളുകളെയും പോയി കണ്ടു. മക്കയിലെ പ്രമുഖന്മാരായ അബ്ദുദ്ദാറിനെ പോലെ, അദീബിന് കഅബിനെ പോലെയുള്ള പല പ്രഗത്ഭന്മാരായ ആളുകളെയും പോയി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വിഷയത്തിൽ ഇടപെടണം. കാരണം ഞാൻ യമനുകാരനാണ്, യമനത് കച്ചവടവും അതേപോലെ തന്നെ ഹജ്ജ് എന്നുള്ള ലക്ഷ്യം കൂടി ഞാൻ മക്കയിലേക്ക് വന്നു. എന്റെ കച്ചവട വസ്തുക്കൾ മുഴുവനും ആസുബിന് വാഹി എന്ന് പറയുന്ന വ്യക്തി വാങ്ങി. അദ്ദേഹം പണം പിന്നീട് നൽകാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നടപടി നിങ്ങൾ സ്വീകരിക്കണം എന്ന് മക്കയിലെ പ്രമുഖന്മാരായ പല ആളുകളെയും ഈ യമനുകാരനായ സുബൈദി പോയി നേരിട്ട് കണ്ടു. പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല, അതിന് മറുപടി കൊടുത്തില്ല. കാരണം അവര് നോക്കിയ രൂപം എന്ന് പറഞ്ഞാൽ ആസുബിന് വാഹിൽ മക്കക്കാരനാണ്, ഖുറൈശിയാണ്, അവരുടെ നേതാക്കളിൽപ്പെട്ട അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ യമനുകാരനോ, അദ്ദേഹം മക്കക്കാരനല്ല, ഖുറൈശിയല്ല, അവരുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി എന്തിനാണ് ഇവര് തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കുന്നത്? അതുകൊണ്ട് ഇവരാരും അതിൽ ഇടപെട്ടില്ല. അവസാനം ഈ യമനുകാരനായ വ്യക്തി ഇത് അദ്ദേഹത്തിന് ആരും സഹായിക്കാതെ വന്നപ്പോ അബൂ ഖുബൈസ് എന്ന് പറയുന്ന ഒരു മലയുണ്ട് മക്കയിൽ. അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറി അദ്ദേഹം ഒരു കവിത ചൊല്ലി. അഥവാ അന്നത്തെ കവിത എന്ന് പറഞ്ഞാല് ആളുകൾക്കിടയിൽ പെട്ടെന്ന് പ്രചരിക്കുന്ന രൂപത്തിലായിരുന്നു കവിതന്റെ രീതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ന് നമുക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാലും ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ലൈവ് ഇടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് പോലെ തന്നെ വൈറലാകുന്ന ഒരു രീതിയാണ് കവിത ചൊല്ലുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അദ്ദേഹം അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറി വളരെ സുന്ദരമായി കൊണ്ട് ഒരു കവിത ചൊല്ലി. എന്താണ് കവിത എന്നറിയോ? യാ ആല ഫീലിൻ മദ്റൂമിൻ ബിലാഅതുഹു ബിമത്നി മക്കത നാഇദാരി വന്നഫർ. അഥവാ ഫിഹറിന്റെ മക്കളെ എന്നാണ് വിളിക്കുന്നത്. ഫിഹറിന്റെ മക്കളെ, ഖുറൈശികളെ വിളിക്കുന്ന പേരെന്താണ്? ഫിഹറിന്റെ മക്കളെ എന്നുള്ളതാണ്. അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഫിഹ്റ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11ാമത്തെ പിതാമഹനായ ഫിഹ്റിന്റെ അപരനാമമാണ് ഖുറൈശ് എന്നുള്ളത്. നമ്മള് നബിയുടെ പരമ്പര പറഞ്ഞപ്പോ വിശദീകരിച്ചതാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറ, കഅബ്, ലുഗയ്, ഗാലിബ്, ഫിഹ്ർ. നബിയുടെ 11ാമത്തെ വല്യപ്പയാണ് ആര്? ഫിഹ്ർ. ആ ഫിഹ്റിന്റെ അപരനാമമാണെന്ത്? ഖുറൈശ്. ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിരുന്ന, നിലയും വിലയും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഖുറൈശ്. അതുകൊണ്ട് തന്നെ അവരെ ഈ ഖുറൈശിന്റെ അപരനാമമായ ഖുറൈശ് എന്നുള്ള നാമം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ആ ഒരു ഗോത്രത്തിന് നൽകിയതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ യമനുകാരനായ വ്യക്തി വിളിക്കാണ് ഫിഹ്റിന്റെ മക്കളെ, ഖുറൈശികളെ എന്നല്ല. അഥവാ അവിടെ ഉദ്ദേശം എന്താണ്? ഖുറൈശികളെ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്റെ കച്ചവട വസ്തുക്കൾ മുഴുവനും, എന്റെ വ്യാപാര വസ്തുക്കൾ മുഴുവനും മക്കയുടെ വയറ്റിൽപ്പെട്ട്, അല്ലെങ്കിൽ മക്കയുടെ മധ്യഭാഗത്ത് വെച്ച് അതെല്ലാം നഷ്ടമായിട്ടുണ്ട്. ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ ഈ ദേശക്കാരനല്ല. എന്നെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ ആരുമില്ല. ഞാൻ മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവനാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും പറയാണ്, എന്റെ ഉംറ ഞാൻ ഇഹ്റാമിലായിരിക്കെ, ഞാൻ ഇഹ്റാമെന്ന് വിട്ടിട്ടില്ല, ഞാൻ ഇഹ്റാമിലായിരിക്കെ എന്റെ ഉംറ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നെ വഞ്ചിച്ചു. എവിടെ? ഹിജ്റിന്റെയും ഹജറിന്റെയും ഇടയിൽ. അദ്ദേഹം പ്രയോഗിച്ചൊരു പ്രയോഗം നോക്കാണ്. ഹിജ്റിന്റെയും ഹജറിന്റെയും ഇടയിൽ. അഥവാ ഹജർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹജറുൽ അസ്വദാണ്. ഹിജ്ർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹിജ്ർ ഇസ്മായിലാണ്. അതിനിടയിൽ വെച്ചിട്ട്, അഥവാ മക്കയിൽ വെച്ചിട്ട് മക്കക്കാരായ ആളുകളെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തി എന്നെ വഞ്ചിച്ചിട്ടുണ്ട്. ഞാൻ ഇഹ്റാമിലാണ്, എന്റെ ഉംറ പൂർത്തീകരിച്ചിട്ടില്ല.
ഈ സമയമാകുമ്പോഴേക്ക് നിങ്ങൾ എന്നെ വഞ്ചിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഇന്നൽ ഹറാമ ലിമൻ തമ്മത കറാമതുഹു വലാ ഹറാമ ലിദൗബിൽ ഫാജിർ. നിങ്ങൾ പവിത്രമായ ഹറമിന് സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾ യോഗ്യരല്ല. അഥവാ പരിശുദ്ധ കഅബന്റെ സംരക്ഷകരാണ് ആരെ? ഖുറൈശികളായ നിങ്ങൾ അതിന് യോഗ്യരല്ല. നിങ്ങൾ ഫാജിറുകളാണ്, തെമ്മാടികളാണ്. നിങ്ങൾ അതിന് അർഹരല്ല. നിങ്ങൾക്ക് കഅബയുടെ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന രൂപത്തിൽ യമനുകാരനായ വ്യക്തി അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ വെച്ച് ഉറക്കെ ഈ കവിത ചൊല്ലി. രാവിലെ നേരം വെളുത്തതിന് ശേഷം ആളുകളൊക്കെ താഴെ നിൽക്കുന്ന സമയത്ത് വളരെ ഉറക്കെ എന്ത് ചെയ്തു? ഇത് ചൊല്ലി. അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? അത് പെട്ടെന്ന് ആളുകൾക്കിടയിൽ വൈറലായി. ആളുകളൊക്കെ ഇത് പറയാൻ തുടങ്ങി. ഈ വിഷയം കേട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരനായ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ കവിത കേട്ടു. അദ്ദേഹം ഖുറൈശിയാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ളയുടെ സഹോദരനാണ് ആര്? ഈ സുബൈർ. ഈ വ്യക്തി ഈ കവിത കേട്ടപ്പോ അദ്ദേഹം ഈ യമനിയെ വിളിച്ചു. യമനിയെ വിളിച്ച് കാര്യം തിരക്കി. എന്താണ് താങ്കൾ ഇങ്ങനെ കവിത രചിക്കാനുള്ള കാരണം? കാരണം ഫിഹ്റിന്റെ മക്കളെയും ഖുറൈശികളെയും ഒന്നടങ്കം അപമാനിക്കുന്ന രൂപത്തിലാണ് ഇദ്ദേഹം കവിത രചിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇങ്ങനെ കവിത രചിക്കാനുള്ള കാരണമെന്ന് ഈ വ്യക്തിയോട് ചോദിച്ചപ്പോ യമനി എന്ത് ചെയ്തു? കാര്യം പറഞ്ഞു. ഞാൻ യമനുകാരനാണ്, എന്റെ പേര് സുവൈദി എന്നുള്ളതാണ്. ഞാൻ ഹജ്ജിന് വന്ന സമയത്ത് കച്ചവട വസ്തുക്കളുമായി മക്കയിലേക്ക് വന്നതാണ്. ആ കച്ചവട വസ്തുക്കൾ അത് വിറ്റ് അതിന് ലഭിക്കുന്ന പണവുമായി കൊണ്ട് തിരിച്ചെന്റെ നാട്ടിലേക്ക് പോകണമെന്ന ലക്ഷ്യവുമായി വന്ന ആളാണ് ഞാൻ. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആസ് ബിൻ വാഹിൽ എന്ന് പറയുന്ന വ്യക്തി, അഥവാ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മിസ്റിൽ പിടിച്ചടക്കിയ സ്വഹാബിയാണ് ആരെ? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. മിസ്റിന്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ വാലി, ഒന്നാമത്തെ ഗവർണറായിരുന്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഈ സ്വഹാബി ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബു ഇലൈക, താങ്കൾക്ക് ഏറ്റവും ജനങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടം ആരെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ആ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. റസൂലുള്ളാഹി അദ്ദേഹത്തോടുള്ള പെരുമാറ്റം കണ്ടപ്പോ, പ്രവാചകനുമായി അദ്ദേഹത്തിലുള്ള ഇടപാടുകൾ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ധാരണ സ്വഹാബികളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നെയാണ്, അംർ ബിൻ ആസിനെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ നാവുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാൻ വേണ്ടി ചോദിക്കാണ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ആയിഷ എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും ചോദിച്ചാൽ അതിലെ റസൂലേ, പിന്നെ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരാണ്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്തു ആയിഷ ബിബിയുടെ പിതാവായ അബൂബക്കറിനെയാണ്. റസൂലെ പിന്നെ ആരെയാണ്? ഉമറിനെയാണ്. റസൂലെ പിന്നെ ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ പേര് ഇങ്ങനെ ഉണ്ട്. അവസാനം അദ്ദേഹം ചോദിക്കുന്നത് അവസാനിപ്പിച്ചു എന്നാണ്. കാരണം അവസാനത്തെ പേര് എന്റെ പേരിടുന്നു, അംർ ബിൻ ആസിന്റെ പേരിടുന്നുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. റസൂലുള്ളാഹിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ധാരണ എന്താണ്? ഏറ്റവും പ്രവാചകന് ഇഷ്ടം എന്നെയാണെന്ന്. അത് അതുപോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ആളുകളോട് സംസാരിച്ചത് എന്നുള്ളത് പാടുകൂടി നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തി ഈ യമനിയെ വിളിച്ച് കാര്യം തിരക്കി. യമനി കാര്യം പറഞ്ഞു. ഈ സുബൈറിന്റെ നേതൃത്വത്തിൽ മക്കയിലെ പ്രമുഖന്മാരായ ആളുകൾ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവരൊരു മീറ്റിംഗ് നടത്തി. അതിൽ ബനു ഹാഷിമും ബനു തൈമു ബിൻ മുറയും ബനു സഹറയിലെ പ്രമുഖന്മാരായ നേതാക്കന്മാരായ ആളുകൾ മുഴുവനും അബ്ദുല്ലാഹി ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ കൂടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഈ യമനുകാരനായ വ്യക്തി അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ വെച്ച് ഇങ്ങനെ കവിത ചൊല്ലിയിട്ടുണ്ട്. നമുക്ക് ഒന്നടങ്കം അത് മാനക്കേടാണ്, നമുക്ക് ഒന്നടങ്കം അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുല്ലാഹി ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് അവര് മീറ്റിംഗ് കൂടി അതിൽ ചില തീരുമാനങ്ങൾ എടുത്തു. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ കൂടെ നമ്മൾ നിൽക്കും. ഇവിടെ ആക്രമിക്കപ്പെട്ട മദലൂമാരാണ്? യമനുകാരനായ സുബൈദിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ നിൽക്കും. അതേപോലെ തന്നെ രണ്ട്, അക്രമം ചെയ്തത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ഇവിടെ അക്രമം ചെയ്തത് ആസ് ബിൻ വായിലാണ്. അദ്ദേഹം ഖുറൈശിയാണ്, അദ്ദേഹം പ്രമുഖനാണ്, വലിയ മക്കക്കാരായ ആളുകൾക്കിടയിൽ നേതാക്കളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആസ്. പക്ഷെ എന്നാൽ പോലും മുഖം നോക്കാതെ എന്ത് ചെയ്യും? നടപടിയെടുക്കും. ഈ യമനുകാരനായ വ്യക്തിയുടെ ഹക്ക്
അദ്ദേഹത്തിന്റെ അവകാശം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. അങ്ങനെ അവര് മീറ്റിംഗ് ഒക്കെ കൂടി തീരുമാനങ്ങൾ എടുത്ത് അവസാനം ഈ മീറ്റിംഗിൽ എടുത്തതിന് ശേഷം അതിലെ പ്രമുഖന്മാരായ ആളുകൾ അലാസ് ബിൻ വാഹിദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, ഈ യമനകാരന്റെ ഹക്ക്, യമനകാരന്റെ അവകാശം, ആ സമ്പത്ത് തിരിച്ചു കൊടുക്കണം. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല, കുറെ ന്യായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആളുകൾ ഒന്നടങ്കം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം ചെയ്തു, അതിന് സമ്മതിച്ചു. ഈ ഒരു സമ്മതത്തിന് ശേഷം ബാക്കി ഖുറൈശി നേതാക്കന്മാരായ ആളുകൾ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് പോയി. കഅബാലയത്തിന്റെ ഭാഗത്ത് പോയി ഇത് മറ്റുള്ള ആളുകളെ അറിയിക്കുന്ന രൂപത്തിൽ അവിടെ ഉറക്കെ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മീറ്റിംഗ് കൂടി അതിന് തീരുമാനിച്ച മിനിറ്റ്സിന്റെ താഴെ ഒന്ന് സൈൻ ചെയ്താൽ ഒപ്പിട്ടാലേ ആ മീറ്റിംഗ് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒപ്പില്ല, സൈൻ ചെയ്യലില്ല. അപ്പൊ അതിന് പകരമായി അവർ ചെയ്ത രീതി എന്താണെന്നറിയോ? അവര് ഒരു പാത്രത്തിൽ അത്തർ കൊണ്ടുവരാൻ പറഞ്ഞു. അത്തർ കൊണ്ടുവന്ന് അതിന് കൈ മുക്കിയിട്ട് എന്ത് ചെയ്യും? അവര് കഅബാലയത്തിന്റെ ആ ഒരു ചുമരിൽ അവരൊരസം കൈ കൊണ്ട് തേക്കും. ഇങ്ങനെ ഓരോ നേതാക്കന്മാരായ ഓരോ ഗോത്രത്തിന്റെയും നേതാക്കന്മാരായ ആളുകൾ ഈ അത്തറിന്റെ പാത്രത്തിൽ കൈമുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കഅബാലയത്തിൽ അവര് കൈകൊണ്ട് തേക്കുന്ന ഒരു രീതി. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഈ ഒരു ഉടമ്പടിക്ക് ഹിൽഫുൽ മുതയ്യിബീൻ എന്ന് പേര് വരാനുള്ള കാരണം. ഹിൽഫുൽ മുതയ്യിബീൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഹിൽഫ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി, മുതയ്യിബ് തീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പേര് വരാനുള്ള കാരണം അവർ ഒന്നടങ്കം തീരുമാനിച്ച് കഅബാലയത്തിന്റെ ഭാഗത്ത് വന്ന് ഉറക്കെ അവർ പ്രഖ്യാപിച്ചു. അതിനുശേഷം ആ മീറ്റിംഗിൽ കൂടിയ ഓരോ ഗോത്ര നേതാക്കന്മാരും ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ള ആളുകൾ അറിയിക്കാൻ വേണ്ടി ഒരു അത്തറിന്റെ പാത്രത്തിൽ അത്തറ് കൊണ്ടുവന്ന് അതിൽ കൈമുക്കി കഅബാലയത്തിൽ അവർ തിരിച്ചു. അതുകൊണ്ട് ഈ ഒരു പേര് വന്നു എന്നുള്ളതാണ്. അതാണ് ആ പേര് വരാനുള്ള കാരണം. എന്നാൽ ഹിൽഫുൽ ഫുദൂൽ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഹിൽഫുൽ ഫുദൂൽ എന്ന് പേര് വരാനുള്ള കാരണം ശരിക്കും ഫുദൂൽ എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്തത് എന്നുള്ളതാണ്. ശരിക്കും ഖുറൈശികളായ ആളുകൾക്ക് ഇതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഒരാൾ അങ്ങനെ അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ എന്ത് പാടിയാലും അവർക്കൊന്നും വരാനില്ല. അവര് മക്കാരുടെ കൂട്ടത്തിൽ പെടാത്ത ഒരു യമനിക്ക് വേണ്ടി വാദിക്കാനും അതിനുവേണ്ടി മീറ്റിംഗ് കൂടാനൊന്നും അവർക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്തു? അതിനെ പരിഗണിച്ചു. അതുകൊണ്ട് അതിന് ഹിൽഫുൽ ഫുദൂൽ എന്ന് പേര് വന്നു എന്നുള്ളത് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറയാണ്, ഈ ഒരു തീരുമാനത്തിൽ, ഈ ഒരു ഉടമ്പടിയിൽ 3 ഫദ്ല് എന്ന് പേരുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഫദ്ല് എന്ന് പേരുള്ള 3 ആളുകൾ ഈ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫദ്ലിന്റെ ജംഅ് ഫുദൂൽ എന്ന്, അഥവാ 3 ആള്, ഒന്ന് ഫദ്ല് ബിൻ ഫുദാല എന്ന് പറയുന്ന വ്യക്തിയും, 2 ഫദ്ല് ബിൻ വദാഅ എന്ന് പറയുന്ന ഒരു വ്യക്തിയും, 3 ഫദ്ല് ബിൻ ഹാരിസ് എന്ന 3 വ്യക്തികൾ എന്ത് ചെയ്തിരുന്നു? ഈ ഉടമ്പടിയിലെ ഈ തീരുമാനത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെന്ത് ചെയ്തു? ഹിൽഫുൽ ഫുദൂൽ, ഫദ്ലിന്റെ ജംആയ ഫുദൂൽ എന്നുള്ള ആ ഒരു ബഹുവചനം ഇതിനിട്ടു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ഈ ഒരു പേര് വരാനുള്ള കാരണം എന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് ശഹിദ്തു ഫീ ദാരി അബ്ദുല്ലാഹി ബിൻ ജുദ്ആൻ ഹിൽഫൻ ലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാം ലഅജബ്തു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു? ഉടമ്പടി വെച്ചിട്ടുണ്ട്. ആ ഒരു ഉടമ്പടി നടക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയാണ്, ഞാൻ ഇസ്ലാമിലായിരിക്കെ അവരെന്നെ ക്ഷണിച്ചാലും, അഥവാ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ 20ാമത്തെ വയസ്സിലേക്ക് നടക്കുന്നത്, ദുൽഖഅദ് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതിനുശേഷം വർഷങ്ങൾക്ക് പിന്നീട് പ്രവാചകൻ മദീനയിലായിരിക്കുന്ന സമയത്ത് സ്വഹാബികളോട് പറയാണ്, ഇനി വർഷങ്ങൾക്ക് ഇപ്പുറം അവരെന്നെ ഹിൽഫുൽ ഫുദൂലിന് ക്ഷണിച്ചാലും, ഇങ്ങനെ ഒരു ഉടമ്പടിക്ക് ക്ഷണിച്ചാലും ഞാൻ പോകും. കാരണം അത് സാമൂഹിക നന്മയാണ് ഇത് മൂലം ലക്ഷ്യമാക്കുന്നത്. കാരണം ഒരാളും അന്യായമായിക്കൊണ്ട് പ്രയാസപ്പെടാൻ പാടില്ല, ഒരാളുടെയും സമ്പത്ത് അന്യായമായിക്കൊണ്ട് അവതരിച്ചെടുക്കാൻ പാടില്ല തുടങ്ങിയ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഉടമ്പടികൾ ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലായിരിക്കും അവരെന്നെ ക്ഷണിച്ചാലും ഞാൻ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഹിദ്തു ഹൽഫൽ മുതയ്യിബീന വഅന ഗുലാമുൻ.
ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹിൽഫുൽ മുത്തയ്യിബീനിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുട്ടിയായിരുന്നു. മാ ഉമ്മൂമത്തി, എന്റെ പിതാവിന്റെ സഹോദരന്മാരുടെ കൂടെ ഞാനന്ന് കുട്ടിയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയം ആ ഒരു ഉടമ്പടിയിൽ പങ്കെടുത്തതാണ്. അഥവാ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാല് ഏറ്റവും വിലമതിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് അറബികൾ അന്ന് ചുവന്ന ഒട്ടകത്തെ കണ്ടിരുന്നത്. അത് ലഭിക്കുന്നതിനേക്കാൾ ഞാൻ പ്രിയ കാണുന്നത് ഏതാണ്, ആ ഒരു ഉടമ്പടിയിൽ പങ്കെടുക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് പ്രവാചകന്റെ 20ാമത്തെ വയസ്സിൽ നടന്ന ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിൽഫുൽ മുതയ്യിബീൻ എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം വായിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും, പ്രവാചകൻ ചെറുപ്പകാലത്ത് തന്നെ ആടിനെ മേച്ചിരുന്നു. പല സ്വഹാബികളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബനൂ സഅദിന്റെയും ഖുറൈശി പ്രമുഖന്മാരുടെയും പല ആടുകളെയും ഞാൻ മേച്ചിട്ടുണ്ട്. ആടുകളെ മേയ്ക്കുക, പ്രവാചകൻ അത് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. അതിലൊരു രൂപം എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8ാമത്തെ വയസ്സ് മുതൽ 50ാമത്തെ വയസ്സ് വരെ 42 കൊല്ലം നിൽക്കുന്നത് അബൂ താലിബിന്റെ വീട്ടിലാണ്. അബൂ താലിബ് ദരിദ്രനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല, കുടുംബത്തിന് പട്ടിണിയാണ്. അപ്പൊ അദ്ദേഹത്തെ സാമ്പത്തികമായി ഒന്ന് സഹായിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ ബനൂ സഅദിന്റെയും ഖുറൈശി നേതാക്കന്മാരായ ആളുകളുടെയും ആടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മേച്ചത് എന്നത് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആടുകളെ മേച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ് ഞാൻ വിശദീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റാഇയ ഗനമിൻ. എല്ലാ പ്രവാചകന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ആടുകളെ മേച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ആട്ടിടയന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സംഭവം പറയുന്ന സമയത്ത് മറ്റുള്ള സ്വഹാബികൾ ചോദിക്കാണ്, ഖാല ലഹു അസ്ഹാബുഹു വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ താങ്കളും വെച്ചിട്ടുണ്ടോ? കാരണം മദീനക്കാരായ ആളുകൾക്ക് നബിയുടെ മക്ക കാലഘട്ടത്തിലെ ജീവിതം കൂടുതലായിട്ട് അറിയില്ല. അവര് ആ പ്രവാചകന്റെ 53ാമത്തെ വയസ്സിലാണ് നബി മദീനയിലേക്ക് എത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചരിത്രമേ അവർക്ക് അറിയുള്ളൂ. നബിയുടെ ചെറുപ്പ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ മേച്ചത് മറ്റുള്ള ആളുകൾക്ക് അത് അറിയില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അവർ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആടുകളെ മേച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, മക്കയിലുള്ള പ്രമുഖന്മാരായ ആളുകളുടെ ചെറിയ ഒരു വേതനത്തിന് വേണ്ടി, തുച്ഛമായ വേതനത്തിന് വേണ്ടിയിട്ട് ചെറിയ ലാഭം എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ ഒരു ലാഭം ലഭിച്ച സമയത്ത് പോലും ഞാൻ ആടുകളെ മേച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, അജിയാദിന്റെ ഭാഗത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേച്ചിരുന്നു എന്നുള്ളതാണ്. അഥവാ അജിയാദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹറമിന്റെ പുറകു ഭാഗത്തുള്ള ഭാഗമാണ്. അവിടെയുള്ള അറിയപ്പെട്ട ഹോസ്പിറ്റല് കാണാൻ കഴിയും, അജിയാദ് ഹോസ്പിറ്റല്, അജിയാദ് ഹോട്ടലൊക്കെ കാണാൻ കഴിയും. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കുന്നാണ്. ആ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേച്ചത് എന്നുള്ളത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്, ആടുകളെ മേച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ സൂറത്ത് ത്വാഹയുടെ 18ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖാല ഹിയ അസായ തവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി. അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇതെന്റെ വടിയാകുന്നു. മൂസാ നബിയുടെ വടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞത് എന്താ, ഇതിന്റെ വടിയാണ്. ആ വടി കൊണ്ടുള്ള ഗുണം എന്താണ്, ഈ വടി കൊണ്ട് ഞാൻ ഊന്നി നിൽക്കും. അതേപോലെ തന്നെ എന്റെ ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്താൻ ഞാൻ ഈ വടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വടി അത് ആടുകൾക്കുള്ള ഇല അടിച്ചു കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതിന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആടുകളെ മേച്ചിട്ടുണ്ട്. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആടുകളെ മേച്ചിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആടുകളെ മേച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ബൈബിളിൽ കാണാൻ കഴിയും, ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഇടയൻ ആടുകളെ ഏറ്റവും നന്നായി നോക്കും എന്ന രൂപത്തിലൊക്കെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും.
അപ്പോ മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ ലഭിക്കാൻ. അപ്പൊ എന്തിനാണ് എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേച്ചത്? അതിന്റെ പിന്നീടുള്ള യുക്തി എന്താണ്, അല്ലെങ്കിൽ അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭിക്കുന്ന ലക്ഷ്യം എന്താണ്? അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് കാണാൻ കഴിയും, പിന്നെ ഒരു ആട്ടിടയൻ എന്ന് പറഞ്ഞാല് സദാസമയം തന്റെ ആട്ടിൻ പറ്റത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു ആട്ടിടയന്റെ ഡ്യൂട്ടിയാണ് 24 മണിക്കൂറും ആ ആട്ടിൻ പറ്റത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമാണ് തന്റെ കീഴിലുള്ള ജനതയെ പൂർണ്ണമായി കൊണ്ടും ശ്രദ്ധിക്കുക. അവര് ഷിർക്കിലേക്ക് പോകുന്നുണ്ടോ, അവര് വിദഗ്ധത്തിലേക്ക് പോകുന്നുണ്ടോ, അവര് തെറ്റായ ഏതെങ്കിലും ഒരു മാർഗത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി കൊണ്ട് പരിശോധിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആടുകളെ മേച്ചു എന്നുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തെ രൂപമായിട്ട് ചില ആളുകൾ പറഞ്ഞു, ആടുകൾ എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. കാരണം തീരെ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ജീവിയാണെന്ത് ആട് എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ആ ആടുകളെ മേയ്ക്കുന്നതോടുകൂടി പ്രവാചകന്മാരെ ക്ഷമ എന്നുള്ള സ്വഭാവം പഠിപ്പിക്കുക എന്ന ലക്ഷ്യം അല്ലാഹുവിന് ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞത്. മൂന്നാമത് കാണാൻ കഴിയും, ആട്ടിൻ പറ്റം അതിന്റെ പൂർണ്ണ ഓണർഷിപ്പ്, അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം അത് ആട്ടിടയനല്ല, അതിന്റെ യജമാനനാണ്. ആ യജമാനൻ ആട്ടിടയനെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്തത്. വൈകുന്നേരം ആകുന്ന സമയത്ത് ആട്ടിൻ പറ്റത്തെ തിരിച്ച് കൂട്ടിലാക്കുമ്പോൾ ഓരോന്നിന്റെയും കണക്ക് ആട്ടിടയൻ ബോധിപ്പിക്കണം. അതേപോലെ തന്നെയാണ് പ്രവാചകന്മാരുടെ കാര്യത്തിൽ. അവരുടെ ജനത എന്ന് പറഞ്ഞാൽ അവരുടേതെന്നല്ല, പക്ഷേ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ആ ജനതക്ക് ദൈവിക സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമാണ്. ആ ജനതയെ കുറിച്ച് നാളെ ഈ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് സൂറത്ത് നിസാഇന്റെ 41-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഖുർആൻ ഓതി കൊടുത്തു. സൂറത്ത് നിസാഇനെ ഓതി വളരെ സുന്ദരമായി പാരായണം ചെയ്ത് സൂറത്ത് നിസാഇലെ 41-ാമത്തെ ആയത്ത് എത്തിയപ്പോൾ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹഉലാഇ ഷഹീദാ എന്ന് പറയുന്ന ആയത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു എന്നുള്ളതാണ്. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? അഥവാ ഓരോ സമൂഹത്തിൽ നിന്നും ഓരോ ഉമ്മത്തിൽ നിന്നും ഓരോ സാക്ഷിയെ കൊണ്ടുവരികയും ഇക്കൂട്ടർക്കെതിരായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ ആലോചിച്ച് പ്രവാചകൻ കരഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതും മൂന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നതാണ്. നാലാമത്തെ ഒരു വിഷയം, ഈ ആടുകളെ മേയ്ക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം ഓരോ ആടുകളെയും അതിന്റെ പ്രകൃതം അനുസരിച്ചിട്ട് വേണം നയിക്കാൻ. അഥവാ ചിലത് പരുഷമായ ആടുകൾ ഉണ്ടാകും, കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകൾ ഉണ്ടാകും, പറഞ്ഞാൽ കേൾക്കാത്ത ആടുകൾ ഉണ്ടാകും. അപ്പൊ ഓരോ ആടുകൾക്കും അതിന് അനുയോജ്യമായ രൂപത്തിലായിരിക്കണം അതിനെ നോക്കേണ്ടത്. അതേപോലെ തന്നെയാണ് പ്രവാചകന്മാരുടെ അവസ്ഥയും. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഒരേപോലെയുള്ള ആളുകളല്ല. പല ആളുകളും പല സ്വഭാവങ്ങളുള്ള ആളുകളാണ്, പല ആളുകളും പല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്. അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ പെരുമാറുക. അപ്പോ ഒരു അറാബിയായ മനുഷ്യനോട് പെരുമാറിയ രൂപത്തിലല്ല ഖുറൈശികളുടെ നേതാക്കന്മാരായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. ഇനി ചില ആളുകൾ വന്ന് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴോ ഓരോരുത്തർക്കും അയാൾക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഒരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് ചെയ്യലാണ്. റസൂലെ പിന്നെന്താണ്? ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. റസൂലെ പിന്നെന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം നടത്തലാണ്. എന്നാൽ വേറൊരു സ്വഹാബി വന്ന് ചോദിച്ചു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അതുവ മുഹാവരിക്കല്ല, കുറച്ചാണെങ്കിലും ചെയ്യുന്നത് സ്ഥിരമായി ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. നബി എനിക്കൊരു ഉപദേശം തരും എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ലാത്തഖദം, നീ കോപിക്കരുത്. കാരണം ഈ ചോദ്യം ചോദിച്ച വ്യക്തി കോപിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞു വന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 15-ാമത്തെ വയസ്സിൽ നടന്ന ഹർബുൽ ഫിജാർ, ഏകദേശം 20-ാമത്തെ വയസ്സ് വരെ ആ യുദ്ധം നീണ്ടു നിന്നിട്ടുണ്ട്.
അതിനുശേഷം ഹിൽഫിൽ ഫുദൂൽ അല്ലെങ്കിൽ ഹിൽഫിൽ മുതയ്യിബീൻ എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടി, ആ ഉടമ്പടിക്കുള്ള കാരണം ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ ആടുകളെ വെച്ചിട്ടുണ്ട്. ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ആടുകളെ വെച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള യുക്തി അല്ലെങ്കിൽ അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നത് പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായമായി കൊണ്ട് പറഞ്ഞതും നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്ര കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിക്കുന്നത്. റഹ്മാനായ റബ്ബ് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും അതിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീക്ക് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തെ പ്രവാചകൻ യാത്ര പോകുന്നുണ്ട്. അഥവാ അവിടെ കച്ചവടം അത് വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവട ആവശ്യാർത്ഥം മറ്റുള്ള നാടുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതും അതിനുശേഷം പിന്നീട് വന്ന ഖദീജ ബീവിയുമായിട്ടുള്ള കല്യാണം നടന്നതും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.